ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഫിലോപ്പി കറിയാട്ടോ വെക്കണത്. ഇന്ന് എൻ്റെ കൂടെ സഹായിക്കാനായിട്ട് ലെനസുണ്ട് കേട്ടോ. അവനിങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിലിതേ അമ്മ ഞാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുവേ. അപ്പം അത് ഇവിടെ സൈഡിലിരുന്ന് എനിക്കിത് ഉള്ളിയൊക്കെ ചതച്ച് തരുന്നുണ്ട് കേട്ടോ ആള്. ഞാൻ ചതച്ചുകൊണ്ടിരുന്നപ്പോൾ ആള് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഞാൻ ചതക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ അവനവിടെ ആ സൈഡിലിരുന്നതേ ഉള്ളിയൊക്കെ ചതച്ച് തരുന്നുണ്ടേ. അപ്പം നമ്മളിന്ന് ഫിലോപ്പി കറിയാട്ടോ വെക്കാൻ പോണത്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫിലോപ്പി കറി വെക്കാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഉള്ളി പെട്ടെന്ന് വരണ്ട് വരാനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉള്ളി വഴണ്ട് വരാനും പിന്നെ കുറച്ച് ചത കൊള്ളാത്ത ഉള്ളി ഞാൻ ഒന്ന് ചട്ടിയിലിട്ട് സ്പൂൺ വെച്ചൊന്ന് കുത്തി ഇങ്ങനെ കൊടുക്കണ്ട കേട്ടോ, വേഗം മുരിഞ്ഞ് എടുക്കാനായിട്ടേ. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാനായിട്ട് ഞാനിവിടെ ചെറിയൊരു തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തക്കാളിയും കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ തക്കാളിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളി പെട്ടെന്ന് വരണ്ട് വരാനായിട്ട് ആ തക്കാളി ഞാൻ സ്പൂൺ വെച്ച് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ പൊടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി മൊരിഞ്ഞ് വരും കേട്ടോ. അങ്ങനെ ചതച്ച് സ്പൂൺ വെച്ച് തന്നെ അങ്ങനെ ചതച്ചിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് തക്കാളി കുറച്ചുകൂടെ എളുപ്പത്തിൽ നന്നായിട്ട് വരട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ കറിക്ക് ഇടാനായിട്ട് പുളി എടുക്കാൻ പോയപ്പോൾ നമ്മുടെ ആൾ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ ഞാൻ പുളി എടുത്ത് തരാമെന്നും പറഞ്ഞിട്ട്. ഇപ്പം ഇവിടെ ഇരുന്ന് എനിക്ക് പുളിയൊക്കെ മീൻ കറിക്കകത്ത് ഇടാനായിട്ട് ആളതെ പെറുക്കി എനിക്ക് തന്നുണ്ടേ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു തോന്നുവാണെങ്കിൽ വന്നിങ്ങനെ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ പുളിയൊക്കെ എനിക്ക് പെറുക്കി തന്നു. ഞാനതൊക്കെ കഴുകി എടുത്തത് നമ്മുടെ മീൻ കറി ചട്ടിക്കകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പുളി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ തക്കാളിയൊക്കെ വഴണ്ട് കഴിഞ്ഞിട്ട് ആ പുളി ചട്ടിയിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ പുളി വേഗം ഇളകും കേട്ടോ കറിക്ക്. അപ്പം മീൻ കറി വെക്കാൻ നേരത്ത് മീൻ കറിയിൽ പെട്ടെന്ന് പുളിയൊക്കെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഉള്ളിയുടെ തക്കാളിയുടെയൊക്കെ കൂടിയിട്ട് കുടംപുളി വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് പുളി പിടിക്കുവേ. എനിക്ക് ടേസ്റ്റായിട്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ വരട്ടിയൊക്കെ ഇങ്ങനെ പുളി ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കാൻ നേരത്തെ. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിത് മീൻ കറി വേകാനായിട്ട് പൊടികളൊക്കെ ഇടാം കേട്ടോ. മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലിയും പിന്നെ ഞാനൊരു ഇച്ചിരി മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഞാനിവിടെ 4 ടീസ്പൂണാണ് എടുത്തേക്കണത്. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ എരിവ് വേണ്ടത് കൊണ്ടിട്ടാട്ടോ ഞാൻ മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കൂട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തോരം എരിവാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇടാവേ. അപ്പോൾ നമ്മുടെ മുളക് പൊടി എല്ലാം ഇട്ടതേ നമ്മളിവിടെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കണേ. അപ്പം ഞാനിവിടെ മീൻ കറിക്ക് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാളത് ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അമ്മ ഞാനും മീൻ കറിക്ക് ഇളക്കിത്തരാമെന്നും പറഞ്ഞിട്ട് എൻ്റെ കൂടെ കയറിയിരുന്ന ആളിൻ്റെ മീൻ കറിക്ക് മസാലയൊക്കെ എനിക്ക് ഇളക്കി തന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ മൂക്കണ സമയം കൊണ്ട് നമ്മളിവിടെ ഫിലോപ്പിയൊക്കെ വെട്ടിത്തേച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് 2 കഷ്ണമായിട്ട് മുറിച്ചൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മീൻ കറിക്ക് ആവശ്യത്തിന് ഉള്ള 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ അരപ്പൊന്ന് തിളക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് ആവശ്യത്തിനുള്ളത് അരപ്പൊക്കെ തിളച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങൾ വെട്ടി വെച്ചിരിക്കുന്നത് നടുക്കൊരു വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേകാനും പിന്നെ ആ മീനിൽ നമ്മുടെ മസാലയും അതൊക്കെ പെട്ടെന്ന് പിടിക്കാനും പുളിയൊക്കെ പിടിക്കാനായിട്ട് ഞാനിങ്ങനെ 2 സൈഡിലും ഓരോ വര ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി ചട്ടിയിലേക്ക് പെറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് പെറുക്കി എല്ലാ മീനും ഒരേ കഷ്ണം വീതം ഞാൻ പെറുക്കി ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് തന്നെ നല്ല രീതിയിൽ ആ മീനിൽ അരപ്പൊക്കെ പിടിക്കാനായിട്ട് സ്പൂൺ വെച്ച് തന്നെ ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ മസാലയൊക്കെ പിടിച്ച് വരാനായിട്ട്. അപ്പോൾ അതെല്ലാം ഇളക്കി വെച്ചിട്ട് മീൻ വേകാനായിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട്, മീനൊക്കെ ഒന്ന് തിളച്ച് വെന്ത് വരാനായിട്ട്.
അപ്പോൾ അതേ നമ്മുടെ മീൻകറി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാമല്ലോ. അപ്പോൾ അതേ നമ്മുടെ മീൻകറിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ മീൻകറി വെക്കാറ്. അപ്പോൾ അതേ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കാൻ പാടില്ല കേട്ടോ. ചട്ടിയിൽ ഇങ്ങനെ തുണി വെച്ച് ഇങ്ങനെ കറക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. കുറച്ച് വെന്ത് വരുമ്പോഴത്തേക്കും ഫിലോപ്പിയൊക്കെ സ്പൂൺ വെച്ച് തന്നെ ഇളക്കി എടുക്കണമെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അത് പൊടിയാതിരിക്കാനായിട്ടാണ് നമ്മൾ ചട്ടി എടുത്ത് ഇങ്ങനെ കറക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ പറ്റിയത് ഇവിടെ നല്ല രീതിയിൽ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ മേലെ കുറച്ച് വേപ്പിലയോ കുറച്ച് എണ്ണയോ ഒക്കെ കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ഒഴിക്കുന്നില്ലേ. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഞാൻ ഉച്ചക്ക് മീൻ കറിയുടെ ഒപ്പം തന്നെ ഇതേ പടവളങ്ങയും ചെമ്മീനും കൂടി ഇട്ട് തോരനും കൂടെ മെഴുക്ക് പുരട്ടിയും കൂടി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പടവളങ്ങയും ചെമ്മീനും കൂടെ എങ്ങനെ മെഴുക്ക് പുരട്ടി ആക്കണേന്ന് ഞാൻ ആർക്കും പെട്ടെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അത്യാവശ്യം അറിയാമല്ലോ. എന്നാലും ഒന്ന് എളുപ്പം പറഞ്ഞു തന്നേക്കാം. നമ്മുടെ സവാളയും കുറച്ച് വെളുത്തുള്ളിയും കൂടി എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് വഴറ്റി കഴിയുമ്പോൾ അത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പച്ച ചെമ്മീൻ കഴുകി വെച്ചിരിക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്തിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ഈ പടവളങ്ങയും കൂടെ തട്ടി അതിൻ്റെ അകത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ പടവളങ്ങ തോരനാവും കേട്ടോ. പിന്നെ അതേ സൈഡിൽ ഞാൻ രസവും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ കറി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.